ഒരു ഭവനത്തിൽ 5 വ്യക്തികൾ ഉണ്ടായിരിക്കുകയും അതിൽ ഒരു വ്യക്തി പാപത്തിൻ്റെയും തിന്മയുടെയും അടിമത്തത്തിൽ ജീവിച്ചു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിയിലൂടെ കടന്നു പിടിക്കുന്ന പൈശാചിക ശക്തി ഭവനത്തിലുള്ള മറ്റു ഓരോ വ്യക്തിയിലേക്കും കടന്നു പിടിക്കുന്നതാണ്. മദ്യപാനിയായ ഒരു പിതാവ് ഭവനത്തിലുണ്ടെങ്കിൽ ആ ഒരു പിതാവിലൂടെ കടന്നു വരുന്ന തിന്മയുടെ ശക്തി മക്കളിലേക്കും കടന്നു വരും. മൊബൈൽ ഫോണിന് അഡിക്റ്റായ മാതാപിതാക്കൾ ഭവനത്തിലുണ്ടെങ്കിൽ മക്കളും മൊബൈൽ ഫോണിന് അഡിക്റ്റായി തീരും. കലഹമുണ്ടാക്കുന്ന വ്യക്തി ഭവനത്തിലുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി കാരണം ആ വ്യക്തിയിൽ കടന്നു വന്നിരിക്കുന്ന പിശാച് ഭവനത്തിലുള്ള മറ്റു വ്യക്തിയിലേക്കും കലഹമുണ്ടാക്കും. പ്രിയമുള്ളവരെ, ഇതൊരു ആത്മീയ രഹസ്യമാണ്. ഭവനത്തിൽ തെറ്റിലും തിന്മയിലും ജീവിക്കുന്ന വ്യക്തികളിൽ കടന്നു പിടിച്ചിട്ടുള്ള തിന്മയുടെ ശക്തി ഭവനത്തിലുള്ള മറ്റു വ്യക്തിയിലും അത് വ്യാപിക്കും. അതിനാൽ നമ്മൾ എപ്പോഴും നന്മയും വിശുദ്ധിയിലും ജീവിക്കാൻ ശ്രമിക്കുക. നമ്മൾ ചെയ്യുന്ന തെറ്റ് കാരണം, ഭവനത്തിലുള്ള ഒരു വ്യക്തി ചെയ്യുന്ന തെറ്റ് കാരണം മറ്റുള്ളവരും വേദനിക്കേണ്ടി ഇടവരും. പ്രിയമുള്ളവരെ, ദൈവത്തോട് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നല്ല തീരുമാനങ്ങൾ എടുക്കാം. മുന്നോട്ടുള്ള ജീവിതത്തിൽ ദൈവമേ, ഞാൻ രഹസ്യവും പരസ്യവുമായി ചെയ്യുന്ന എല്ലാ പാപങ്ങളും എന്നോട് പൊറുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എന്നെയും എൻ്റെ കുടുംബത്തെയും വിശുദ്ധിയിലും നന്മയിലും ജീവിക്കാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, മുന്നോട്ടുള്ള ജീവിതത്തിൽ എല്ലാ പാപങ്ങളും ഉപേക്ഷിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ തെറ്റുകളും അവസാനിപ്പിച്ച് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ചേഞ്ച് ആകുന്നത് നമ്മുടെ കണ്ണുകൾ കൊണ്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ലെറ്റ്സ് ട്രൈ.